ഞങ്ങളുടെ പള്ളിയിൽ 3-ാം വെള്ളിയാഴ്ചകളിലൊരു ഏകദിന ധ്യാനമുണ്ട്. 3 മണി വരെ, രാവിലെ തൊട്ട് 3 മണി വരെ. ടോംസ് കളപ്പുരയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂൺ ധ്യാന കേന്ദ്രത്തിലെ അച്ഛനാണ് നടത്തുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ബ്രദർമാർ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വരും. എല്ലാവരും പോയി പ്രാർത്ഥിക്കും. ഞാനും ഒരു രസത്തിനൊരു മീൻസ് ഒരു ചുമ്മാതൊരു പരീക്ഷണം, എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ലതുമാണ് ഇവർ പറയാൻ പോകുന്നത് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ബ്രദറെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഭയങ്കര മറവിയുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. ഞാൻ വന്ന സ്ഥലത്ത് തിരിച്ച് ചെന്ന് നിൽക്കുമ്പോൾ അത് ഓർമ്മ വരും. അപ്പം ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, പാട്ട് പാടാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല. വല്ലതും എഴുതാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങനെ എഴുത്തുകാരെ ഏതെങ്കിലും നിർത്തി പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇത്യാദി കലകളൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എങ്കിൽ എന്നോട് പറയുന്നത് കള്ളവാ. കാരണം കർത്താവ് എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് ദാവീദിൻ്റെ കിന്നരമാണ്. ആ ദാവീദിൻ്റെ കിന്നരമാണ് എൻ്റെ മുമ്പിൽ ഈ നിൽക്കുന്ന ഈ ഇദ്ദേഹമെന്ന് കർത്താവ് എന്നോട് പറയുന്നുണ്ട്, ആത്മാവ് എന്നോട് പറയുന്നുണ്ട്. അത് സത്യമാണോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ദൈവമേ, എനിക്കൊരു പേടി, ഇതിങ്ങനെ സത്യമാണെങ്കിൽ ഇതിപ്പോൾ ഒറിജിനലായിട്ട് അറിയാം. നമുക്ക് നമ്മുടെ കഴിവിൽ ഇച്ചിരി അഭിമാനവും ഒക്കെ തോന്നുമെങ്കിലും മനുഷ്യ സഹജമല്ലേ എല്ലാം. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ ഇച്ചിരിയൊക്കെ പാടും, ഇച്ചിരിയൊക്കെ കവിത എഴുതും. ഭാഗ്യത്തിന് ആ ഒരു എൻ്റെ പിറ്റേ ആഴ്ച എനിക്ക് ഒരു കാവ്യരത്ന പുരസ്കാരം കിട്ടി. അപ്പം ഞാൻ പിറ്റേ ആഴ്ച സാക്ഷ്യം പറയേണ്ടപ്പം അച്ഛൻ എന്നോട് പറഞ്ഞ്, ഒരു അവാർഡ് ജേതാവ് ഇവിടെ ഇരിപ്പുണ്ട്, മിണ്ടാതിരിക്കുക. ഇത് ഇപ്പം കിട്ടിയ അവസരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഒരു വരി പോലും എഴുതാൻ കർത്താവ് പരിശുദ്ധാത്മാവ് അവസരം തരത്തില്ല. അതിനെ ഒരു വരി പോലും എഴുതാതിരിക്കുന്നതാണ് നല്ലതെങ്കിൽ അവിടെ ഇരുന്നു. ഇനിയും കൂടുതൽ വരദാനങ്ങൾ തരണമെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടാം. ഞാനിതുപോലെ ഉച്ചയ്ക്ക് ബ്രദറിനോട് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, ഉച്ചയ്ക്ക് ഇവിടെ പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരിക്കലും ഇങ്ങനൊരു വേദിയിലേക്ക് കയറി വരത്തില്ല. കാരണം എൻ്റെ അറിവ് തുലവും ചെറുതാണ്. അപ്പം ഞാൻ എന്താ ഇപ്പം ഉണ്ടാക്കുന്നത്? വിദ്യുത് പ്രഭാവസ്ഫുലിംഗചേതന അസ്ത്രം വേഗം കണക്കെ പായുന്നിതാ. ജ്വലിക്കുന്നാത്മാവിൽ സ്ഫുലിംഗങ്ങൾ നിരന്തരം ജ്വലിക്കണം. വചനം പന്തങ്ങളെപ്പോ Praise the Lord. Thank you.